ഹിന്ദുധർമ്മത്തില് ചില ഭഗവാന്മാർക്ക് പല പല ഭാര്യമാരാണ് ഉള്ളത്. ഇപ്പൊ ശിവനെ ചില സമയത്ത് സതിയുടെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കും. ശിവനെ പാർവതി ദേവിയുടെ കൂടെ പ്രാർത്ഥിക്കും. പിന്നെ ശ്രീകൃഷ്ണന് ശരിക്ക് 8 ഭാര്യമാരാണ് ഉള്ളത്. അതുകൂടാതെ ചില കഥകളിൽ കൃഷ്ണൻ വേറെ ഒരു 16,000 സ്ത്രീകളെ വിവാഹം ചെയ്തു എന്നും പറയുന്നുണ്ട്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോഴും ഒരേ സമയത്ത് ഓരോ ദേവിയുടെ കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. ചില സമയത്ത് ശ്രീദേവിയുടെ കൂടെ, ചില സമയത്ത് ഭൂദേവി, ചില സമയത്ത് നിലദേവി. അപ്പൊ ഈ പല പല ദേവിമാരുള്ള ഒരു ഫിലോസഫി ശരിക്കും എന്താണ്? നമ്മളിൽ കുറെ ആൾക്കാർ വിചാരിക്കും ഹിന്ദു ഫിലോസഫി, അതായത് ഹിന്ദു മതത്തില് മൾട്ടിപ്പിൾ വൈഫ്സിന്റെ കോൺസെപ്റ്റ് ലീഗലാണ് എന്ന് നമ്മുടെ പുരാണങ്ങളിലൊക്കെ എഴുതിയ കാരണം ഇതിലൊരു തെറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. എനിക്കറിയാം, ഇത് നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ കഥകൾ കേൾക്കുമ്പം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഏത് ഭഗവാനെ ഏത് ദേവിയുടെ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പോലും നമുക്ക് ഒരു ഡൗട്ടാണുള്ളത്, അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ച് റീസർച്ച് ചെയ്ത് ഇതിവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സനാതന ധർമ്മത്തിൽ, അതായത് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിളില് ഒരേ ഭഗവാൻ, ഒരേ ദേവിക്ക് ഒരേ അർത്ഥമുണ്ട്. അവര് ഒരു ഡിയറ്റി, അതായത് ഒരേ ഭഗവാനോ ദേവിയോ മാത്രമല്ല, അവർക്കൊരു എനർജി ഉണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നതും നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഭഗവാൻ മുരുകന് 2 വൈഫാണ്, 2 ഭാര്യമാരാണ് ഉള്ളത്. ഒരെണ്ണം വള്ളി, പിന്നെ രണ്ടാമത്തെയാണ് ദേവസേന. ഈ 2 ഭാര്യമാർക്കും ഒരേ അർത്ഥമുണ്ട്. വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ഛാശക്തി, പിന്നെ ദേവസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാശക്തി. അപ്പം ഈ 2 ഭാര്യമാരും മുരുകന്റെ കൂടെ കൂടുമ്പോഴാണ് മുരുകൻ ജ്ഞാനശക്തിയായി മാറുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ശക്തിയാണ് ജ്ഞാനം, വിസ്ഡം. നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്താലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ മഹാവിഷ്ണുവിന് 3 ഭാര്യമാരാണുള്ളത്, അല്ലെ? ശ്രീദേവി, ഭൂദേവി, പിന്നെ നിലാദേവി. ശ്രീദേവിയാണ് മഹാലക്ഷ്മി. ഇപ്പൊ മഹാലക്ഷ്മിയാണ് നമുക്ക് വെൽത്തും നമുക്ക് പ്രോസ്പെറിറ്റിയും ആ ഒരു സ്റ്റേബിലിറ്റിയും തരുന്ന ദേവി. ഭൂദേവിയാണ് ഭൂമി ദേവി, നമ്മുടെ നേച്ചർ, നമ്മളെല്ലാവരും ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ദേവി. പിന്നെ നീലാദേവി ആണ് നമുക്ക് ഒരു ഹമ്പിൾ ആവാനുള്ളൊരു ഫീലിംഗ് തോന്നിക്കുന്നതും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു തോന്നൽ തോന്നിപ്പിക്കുന്നതും പിന്നെ നമുക്ക് ഡൗൺ ടു എർത്ത് ആവാനുള്ളൊരു ഫീലിംഗ് തോന്നിക്കുന്നതും നീലാദേവി കാരനാണ്. അപ്പം ഈ നമ്മുടെ ധർമ്മത്തില് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഭഗവാനും ഇത്രയധികം ദേവിമാരും ഉണ്ട്. നമ്മളോട് ആരും ഇന്ന ഭഗവാനെ പ്രാർത്ഥിക്കണം, ഇന്ന ദേവിയെ പ്രാർത്ഥിക്കണം ആരും ഫോഴ്സ് ചെയ്യില്ല. നമ്മുടെ ലൈഫിൽ എന്താണോ നമുക്ക് ഒരു കൺഫ്യൂഷൻ, നമുക്ക് എന്താണോ ഒരു ബ്ലോക്ക്, നമുക്ക് ആ ഒരു ദേവി അല്ലെങ്കിൽ ആ ഒരു ഭഗവാനായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം ശരിക്ക് ഒരു നമ്മളിപ്പോൾ പറയുമ്പം ഒരു ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറയുമ്പം ഒരു ലവ് ഇല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാത്രമല്ല, ഇത് ശരിക്ക് 2 ആൾക്കാർ ഒരുമിച്ച് വരുമ്പം കംപ്ലീറ്റ് ആവും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം ചില ഭഗവാന്മാരെ നമ്മൾ പറയും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല, ശിവനെ പാർവതി ദേവിയുടെ കൂടെ പ്രാർത്ഥിക്കണം. അപ്പം ചില അമ്പലങ്ങളിൽ ശിവനെ മാത്രമായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിനൊക്കെ പിന്നിൽ കഥകളുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ മനസ്സ് എന്താണോ ശരിയെന്ന് പറയുന്നത്, അത് നമുക്ക് കേട്ട് നമുക്ക് ബിലീവ് ചെയ്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ എപ്പോഴേലും സെയിം ഭഗവാനെ മൾട്ടിപ്പിൾ വേറെ വേറെ ദേവിമാരുടെ കൂടെ ഫോട്ടോസ് കാണുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ അതിനൊരു കോൺവെർസേഷൻ വരുവാണെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. അപ്പം ഒരേ ദേവിക്ക് ഒരേ അർത്ഥമുണ്ട്, ഒരേ ഭഗവാനും ഒരേ അർത്ഥമുണ്ട്. അപ്പം ഒരു ഭഗവാനും ഒരു ദേവിയും ഒരുമിച്ച് വരുമ്പം അത് വേറെ ഒരു കംപ്ലീറ്റ് മീനിങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.